+1 हिंदी ആദ്യത്തെ യൂണിറ്റ് ഇക്കായി ഏക് സപ്നെ സുഹാനി. അതിൽ 4 അധ്യായത്തിൽ ആദ്യത്തെ അധ്യായം അനുതാപ്. ലേഖകൻ്റെ പേരാണ് സുകേഷ് സാഹ്നി. ലഘുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ കഥകളെക്കാളും അതിൻ്റെ വലിപ്പത്തിൽ ചെറുതാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മീനിങ് വളരെ ചെറിയൊരു കഥയായിരിക്കുമെങ്കിൽ പോലും അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ കഥകളിലൂടെ തന്നെ പെട്ടെന്ന് എന്താണോ ലേഖകൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലേഖകൻ്റെ പേരാണ് സുകേഷ് സാഹ്നി. അപ്പോൾ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അനുതാപ്. അനുതാപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? മറ്റുള്ളവരുടെ വേദന നമ്മളുടെ വേദനയായി നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എമ്പതിയാണ് അനുതാപ് എന്ന് പറയുന്നത്. സഹാനുഭാവം, നമ്മൾക്ക് ഫീൽ ചെയ്യുകയാണ് അവരുടെ ദുഃഖം, നമ്മുടെ കൂടെ ദുഃഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതാണ് അനുതാപ്. ചാപ്റ്റർ നോക്കുക. ബാബുജി ആയിയെ मैं पहुंचाई देता हूँ. एक रिक्शे वाले ने उसके नज़दीक आकर कहा, असलम अब नहीं आएगा, क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. എന്താണ് നോക്കൂ. ബാബുജി ആയിയെ മേ പഹുഞ്ചായി ദേത്താ ഹൂ. ബാബുജി വന്നാലും, ബഹുമാന സൂചകമായിട്ട് ഒരാൾ വിളിക്കുകയാണ് ബാബുജി. ബാബുജി വന്നാലും. ആയിയെ മേ പഹുഞ്ചായി ദേത്താ ഹൂ, ഞാൻ എത്തിച്ചു തരാം, ഞാൻ കൊണ്ടുവിടാം, ഞാൻ എത്തിച്ചു തരാം. ആരാണ് പറയുന്നത്? ഏക് റിക്ഷ വാലേനെ ഉസ്കെ നസ്ദീക് ആകർ കഹാ. ഏക് ബാബുജി വഹാൻ ഖടാ രഹാ ഥാ. എന്തിനെ പ്രതീക്ഷ നിൽക്കുകയായിരുന്നു? ഏക് റിക്ഷയ്ക്ക് പ്രതീക്ഷമേ വഹാൻ ഖടാ രഹാ ഥാ. ഒരു റിക്ഷ പ്രതീക്ഷിച്ച് ഒരു ബാബുജി, ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഒരു റിക്ഷാവാല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നസ്ദീക് ആക്കർ കഹാ, അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്ത്? ഹേ ബാബുജി ആയിയെ, ബാബുജി വന്നാലും ഞാൻ അവിടെ എത്തിച്ചു തരാം. മേ പഹുഞ്ചായേ ദേത്താ ഹൂँ. असलम अब नहीं आएगा, क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. എന്താണ്? പിച്ചലെ 4-5 ദിനോം സേ, കഴിഞ്ഞ 4-5 ദിവസമായി അസ്ലം ഹി ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹാധ. അസ്ലമായിരുന്നു അദ്ദേഹത്തിനെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. അത് ശ്രദ്ധിക്കുക. പിച്ചിലെ 4-5 ദിനോസേ, കഴിഞ്ഞ 4-5 ദിവസമായി അസ്ലമായിരുന്നു ഇദ്ദേഹത്തിനെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം റിക്ഷാവാലയോട് ചോദിക്കുകയാണ് എന്ത്? അസ്ലം അബ് നഹി ആയേക, ക്യാ ഹുവ ഉസ്കോ? അസ്ലം ഇനി വരില്ലേ? അബ് നഹി ആയേക, ഇനി വരില്ലേ? ക്യാ ഹുവ ഉസ്കോ, എന്താണ് അത് അവന് സംഭവിച്ചത്? എപ്പോഴാണ് ചോദിച്ചത്? റിക്ഷയമേ ബൈഠത്തെ ഹുയെ ഉസ്നെ ലാപർവായി സേ പൂച്ച. റിക്ഷയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ലാപർവായി സേ, വളരെ അശ്രദ്ധമായി, വളരെ കാഷ്വലായിട്ട് വെറുതെ ചോദിക്കുകയാണ്, അസ്ലം ഇനിയും വരികയില്ലേ, എന്താണ് അവന് സംഭവിച്ചത്? ആരോടെ ചോദിച്ചത്? ദൂസരെ റിക്ഷാവാല സേ. അപ്പോൾ അവിടെ ഒരു ബാബുജി ഒരു വ്യക്തി നിൽക്കുകയാണ്, റിക്ഷ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. വേറൊരു റിക്ഷാവാല വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ബാബുജി ആയിയെ മേ പഹുഞ്ചായി ദേത്താ ഹൂ. ഉടൻ തന്നെ ആ റിക്ഷയിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, അസ്ലം നഹി ആയേഗ, ക്യാ ഹുവ ഉസ്കോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം? പിछले 4-5 ദിനോം സേ അസ്ലം ഹി ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹ. 4-5 ദിവസമായിട്ട് അദ്ദേഹത്തിനെ ഓഫീസിൽ എത്തിച്ചിരുന്നത് ആരായിരുന്നു? അസ്ലമായിരുന്നു. അപ്പോൾ റിക്ഷാവാല മറുപടി പറയുകയാണ് എന്ത്? ബാബുജി അസ്ലം നഹി രഹ. ബാബുജി അസ്ലം നഹി രഹ, ഇനിയും അസ്ലം ഇല്ല, അദ്ദേഹം മരിച്ചുക്ക, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ വളരെ ആശ്ചര്യത്തോടെ ഒരു ഷോക്കായിട്ട് അദ്ദേഹം ബാബുജി ചോദിക്കുകയാണ്, ക്യാ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഉസേ ഷാക്സാ ലഗ. അദ്ദേഹത്തിന് ബാബുജിക്ക് എന്തുണ്ടായി? ആ റിക്ഷാവാലയ്ക്ക് ബാബുജിക്ക് എന്താ ഉണ്ടായത്? ഷാക്സാ ലഗ, ഒരു ഷോക്ക് പോലെ, പെട്ടെന്നൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിട്ട് വന്നു.
കൽ തോ ഭല ചങ്കാ ഥാ, ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, വളരെ ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നുവല്ലോ. ഉസ്നെ ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി ഥി, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിക്കും അസുഖമായിരുന്നു. ഖരാബി, കേടുപാടുകൾ സംഭവിക്കുക അല്ലെങ്കിൽ അസുഖം ആയിരുന്നു. ഇവിടെ ഗുർദു. ഇങ്ങനെയുള്ള ചില വാക്കുകൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കുക. ഗുർദി, കിഡ്നിക്ക് പ്രശ്നമായിരുന്നു, അസുഖമായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ ഥാ, ഡോക്ടർ റിക്ഷ ഓടിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിനെ മനാ കർ രഖാ ഥാ, തടഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ തടയാനുള്ള കാരണം? ഉൻകെ ദോനോ ഗുർദെ ഖരാബ് ഥാ, അല്ലേ, അദ്ദേഹത്തിൻ്റെ 2 ഗുർദവും എന്തായിരുന്നു, കേട് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡോക്ടർ തോ മനാ കർ ദിയാ ഥാ, എന്തിനു വേണ്ടിയിട്ട്? റിക്ഷ ചലാനെ സെ വോ തോ മനാ കർ രഖാ ഥാ, ഡോക്ടറിനെ മനാ കർ രഖാ ഥാ. ലേക്കിൻ പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹം റിക്ഷ ഓടിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് കാരണം? ഉൻസ്കി ഗരീബി കെ കാരൺ. ചിലപ്പോൾ ചോദിക്കാം നമ്മളോട്, ഡോക്ടറിനെ റിക്ഷ ചലാനെ സെ മനാ കർ രഖാ ഥാ, ഫിർ ഭി ഉन्होंने ക്യോं റിക്ഷ ചലായി, എന്തുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം ഈ റിക്ഷ ഓടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ക്യോങ്കി ഗരീബി കെ കാരൺ, അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം കാരണമാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? വീണ്ടും റിക്ഷ ഓടിച്ചിരുന്നത്. उसकी आवाज़ में गहरी उदासी थी, दूसरी रिक्शा वाले की आवाज़ में ഗഹരി ഉദാസി, വളരെ വിഷമത്തോടുകൂടിയാണല്ലേ. ഒപ്പം ജോലി ചെയ്യുന്നൊരു വ്യക്തി പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പം ആർക്കായാലും എന്താണ്, വളരെ വിഷമമാണ്. അദ്ദേഹം വിഷമത്തോടുകൂടി പറയുകയാണ്, ഉസ്കി ദോനോ ഗുർദേം ഖരാബ് ഥി और रिक्शा चलाने से डॉक्टर ने मना कर रखा था എന്ന് പറഞ്ഞു. कल आपको दफ्तर पहुंच जाकर लौटा तो पेशाब बंद हो गया था, अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. कल आपको दफ्तर पहुंचाकर लौटा तो, ഇന്നലെ താങ്കളെ ഓഫീസിലെത്തിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് എന്ത് ചെയ്തു? പേശാബ് ബന്ദ് ഹോ ഗയാ ഥാ, അദ്ദേഹത്തിന് യൂറിനറി പ്രോബ്ലം ഉണ്ടായി, യൂറിൻ പോകാത്ത ഉള്ള അവസ്ഥയിലേക്ക് എത്തി. अस्पताल ले जाते समय, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയാ ഥാ, ഓഫീസിലേക്ക് പോകുന്ന വഴി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? രാസ്തേ മേ ഹി, വഴിയിൽ തന്നെ ദം തോട് ദിയാ ഥാ, അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഏക ബാബുജി വഹാൻ ഖടാ രഹാ ഥാ റിക്ഷയ്ക്ക് പ്രതീക്ഷാമേ, ഒരു റിക്ഷ പ്രതീക്ഷിച്ചിട്ട് അദ്ദേഹം അവിടെ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഏക ദൂസര റിക്ഷാവാല വഹാം ആയ റോസ്നെ കഹാ കി, എന്താണ്, ബാബുജി ആയി മേ തോ അപ്പോ പहुंचा देता दफ्तर पहुंचा देता हूँ. അപ്പോൾ റിക്ഷയിലേക്ക് കയറുന്ന സമയത്ത് ബാബുജിനെ ക്യാ പൂച്ച ഉൻസെ, അസ്ലം കഹാങ്കേ ക്യാ വോ നഹി ആയേഗ, ഉന്നെ ക്യാ ഹുവ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ അതെങ്ങനെയാണ് ചോദിച്ചത്? ലാപർവാഹി, വളരെ അശ്രദ്ധയോടുകൂടി ഒരു കാഷ്വലായിട്ട് ചോദിക്കുന്ന സമയത്ത് ദൂസരെ റിക്ഷാവാലെ ക്യാ കഹാ, ബാബുജി അസ്ലം നഹീ രഹാ वो तो मर गया, कल वो तो मर गया, ഇന്നലെ അദ്ദേഹം മരിച്ചുപോയി, അസ്ലം മരിച്ചുപോയി. പക്ഷേ ഷാക്സാ ലഗ, ബാബുജിക്കോ ഷാക്സാ ലഗ, ബാബുജി ആകെ ഞെട്ടി, പേടിച്ചുപോയി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു കാരണം? അദ്ദേഹം മരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഉൻകെ ദോനോ ഗുർദേം ഖരാബ് ഥി, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും ഫെയിലർ ആയിരുന്നു. പക്ഷേ ഡോക്ടറിനെ ക്യാ കഹാ ഥാ, ഡോക്ടറിനെ മനാ കർ രഖാ ഥാ, അദ്ദേഹത്തിനെ റിക്ഷ ചലാനെ സെ ഡോക്ടറിനെ മനാ കർ രഖാ ഥാ, ഡോക്ടർ തടഞ്ഞിരുന്നു, റിക്ഷ ഓടിക്കാൻ പാടില്ല പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും റിക്ഷ ഓടിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ്? ഗരീബി കെ കാരൻ, ദാരിദ്ര്യം കാരണം. എന്നിട്ടോ പിന്നെയും റിക്ഷാവാല പറയുകയാണ്, കലാപ്കോ ദഫ്തർ പहुंचाकर लौटते समय, താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? പേശാബ് തോ ബന്ദ് ഹോ ഗയാ, യൂറിനേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിലേക്ക് ജാത്തേ സമയം രാസ്തേ മേഹി, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ രാസ്തേ മേഹി ദം തോട് ദിയ, എന്താണ്, അദ്ദേഹം മരിക്കുകയും ചെയ്തു.